ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ആണല്ലോ, അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ഒക്കെ ആവറായെന്ന് തോന്നുന്നുണ്ട്. ഞാൻ കറക്റ്റ് നോക്കിയിട്ടില്ല. നമ്മൾ UPI ക്രെഡിറ്റ് കാർഡ് ആണല്ലോ, അപ്പോൾ നമ്മൾ റയറായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളൂ, ഭയങ്കര റെഗുലറായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. ഇവരുടെ ക്യാഷ് ബാക്കിൻ്റെ പരിപാടിയൊക്കെ നിങ്ങൾക്ക് അറിയാം, 20% ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധനം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാർഡ് എടുക്കുന്നത് നല്ലതാണോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്താ പറയുക ഇൻകം പ്രൂഫ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കാർഡ് എടുക്കുന്നത് നല്ലതാണോ, നമുക്ക് ഓഫർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റോർ ബാങ്കിൻ്റെ ആപ്പിലാണ് സാധനം കാണിക്കുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് ജസ്റ്റ് ഒരു ഷോർട്ട് റിവ്യൂ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ ഞാൻ കാർഡ് തപ്പി കാണിച്ചുതരാം. അപ്പോൾ ഇതന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വയ്ക്കുന്ന ബോക്സാണ്, കുറേ ഉണ്ട്. അതുകൊണ്ട് ഇതിലാണ് ഞാൻ വെക്കാറ്. അതൊന്നും ഞാൻ ഡെയിലി കൊണ്ടു കിടക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റോർ ബാങ്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ പേരൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ വരുന്ന കാർഡുകളിലൊക്കെ അവർ പേര് വരുന്നുണ്ട്. പക്ഷേ ഈ കാർഡിലൊന്നും, ആദ്യം ഇറങ്ങിയ കാർഡുകളിലൊന്നും നമുക്കിത് ലോഞ്ച് ആയ സമയത്ത് തന്നെ കിട്ടിയതാണ്. അപ്പോൾ അതിലൊന്നും നമുക്കിതിൽ പേരൊന്നുമില്ല. പിന്നെ റൂപേ വേരിയൻ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് UPI ഉപയോഗിക്കാം. ഇതിൻ്റെ റിവാർഡ് പോയിന്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ആവറേജ് എന്ന് പറയുള്ളൂ. ബട്ട് ഒരു എന്താ പറയുക, ഒരു സംഭവമുണ്ട്. നമുക്ക് എല്ലാ മാസവും നമുക്ക് റിവാർഡ് പോയിന്റ് ഏതൊക്കെ കാറ്റഗറിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിക്കുന്നത് എനിക്ക് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തൊക്കെയുണ്ട്. നമുക്ക് 1% ക്യാഷ് ബാക്ക് ഓൺ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ടാറ്റ ക്ലിക്കിലൊക്കെ ആണെങ്കിൽ 1% കിട്ടും. അത് 1% എന്ന് പറയുന്നത് വലിയ കാര്യമൊന്നും ഇല്ലാത്ത സംഭവമാണ്. അതുപോലത്തെ കുറഞ്ഞുണ്ട്. പിന്നെ സ്വിഗ്ഗി അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് 20% ക്യാഷ് ബാക്ക് ഓൺ സിനിമ ബുക്കിംഗ്. അതായത് നമുക്ക് ഫിലിം മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ, അതും ബുക്ക് മൈ ഷോയിലും ഡിസ്ട്രിക്ട് ആപ്പിലും രണ്ട് ഗുണത്തിലും കൂടി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 20% ഓൾമോസ്റ്റ് അപ് ടു 20% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഈ കാർഡിൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ക്യാഷ് ബാക്ക് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് കാർഡ് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഞാൻ എല്ലാ മാസവും എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ബുക്ക് മൈ ഷോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷെ എന്നാലും വല്ലപ്പോഴൊക്കെ ഈ കാർഡുള്ളത് കൊണ്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പം എൻ്റെ ഈ മാസത്തെ കാണിക്കുന്നത് 174 രൂപയാണ്. 250 രൂപ ആണെങ്കിൽ മാത്രമേ നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ആപ്പ് നമുക്ക് പണ്ടത്തെ കാട്ടമൊക്കെ അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് EMI കൺവേർഷനും സംഭവമൊക്കെ നമുക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ 2500 മുകളിലുള്ള ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഓപ്ഷനൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെ, നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് ബാക്കി പേയ്മെൻറ്റ് ഓപ്ഷനിൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ബാക്കിയൊക്കെ വലിയ പണ്ടത്തെ അതേപോലെ തന്നെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കിയൊക്കെ ഒരു സിമ്പിൾ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വലിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ലൈഫ് ടൈം ഫ്രീ കാർഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെ കുറേ സ്ഥലത്തും ഈ സാധനത്തിന് ബ്രാഞ്ചും ഉണ്ട്. അത് വേറെ കാര്യം. യൂണിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ ഈ റോർ ബാങ്ക് എന്ന് പറഞ്ഞ കാർഡ് അവരുടെ ഡയറക്റ്റ് കാർഡല്ല, യൂണിറ്റി ബാങ്കിൻ്റെ കോർപ്പറേറ്റഡ് കാർഡാണ്. പക്ഷേ ബ്രാഞ്ച് ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു 0 ബാലൻസ് അക്കൗണ്ട് സാധനത്തിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ ATM കാർഡൊന്നും കിട്ടില്ല, പക്ഷേ ഒരു അക്കൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ആവറേജ് കാർഡ് നിങ്ങൾക്ക്, എസ്പെഷ്യലി നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാവുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നമ്മുടെ 2024 ഒരു പകുതിയോട് ശേഷം നമ്മുടെ RBIയുടെ റൂളൊക്കെ വന്നതിന് ശേഷം നമുക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കാർഡായിട്ട് ഈ കാർഡൊക്കെ നിങ്ങൾക്ക് ഓഫറായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാർഡ് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ കേട്ടോ. ലിമിറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതാണ് ബെറ്റർ. എന്നിട്ട് അത്യാവശ്യം യൂസ് ചെയ്ത് പോയാൽ മതി. എന്ന് വെച്ചാൽ ഇനീഷ്യലി ഫസ്റ്റ് കാർഡ് കിട്ടാനാണ് ഏറ്റവും പ്രശ്നം. അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓഫറുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാർഡ് കിട്ടാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല വിഷമമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഈ റോർ ബാങ്ക് കാർഡോ ഒക്കെ ഓഫർ വരുന്നുണ്ടെങ്കിൽ എടുക്കുകയാണ് നല്ലത്. ഇത്ര കാർഡ് ഇപ്പോൾ ഇവർ ലിമിറ്റ് 1000 രൂപ 5000 രൂപയൊക്കെ അവർ കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതാണെങ്കിലും നിങ്ങൾ എടുക്കുകയാണ് നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിന് എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് നഷ്ടം, അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ എടുക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് ഇതുവരെയായിട്ട് വന്നിട്ടില്ല. വലിയ പ്രശ്നത്തിൽ കസ്റ്റമർ കെയറൊക്കെ ഒരു ആവറേജ് തന്നെ പറയുള്ളൂ, വലിയ കാര്യമുള്ള കസ്റ്റമർ കെയർ ഒന്നും ഇല്ല. പക്ഷേ ഇത് ലോഞ്ച് സമയത്തിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്, അത് ഒക്കെ പറയാണ്ട്. പക്ഷേ എന്നാലും ബാക്കി വേറെ ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം കാർഡ് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ.